വരും, നായി നുഴഞ്ഞു വരും. വാതിൽ തന്നെ വേണം. അളവറ്റ കാരുണ്യം നൽകിടേണേ നീ ഓശാരം അർഹമുറാഹിമേ കാട്ടിത്താരുവിൻ പൂന്താരം കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പെട്ടെന്നൊരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു വയസ്സായ ഒരു അമ്മ വന്നു കേട്ടോ. ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീട്ടിൽ താമസിക്കാൻ പോലും പറ്റുന്നില്ല. 83 വയസ്സുള്ള അമ്മയും അവരുടെ മോളായ 63 വയസ്സുള്ള ഈ ഉമ്മയും കൂടെ താമസിക്കുന്ന വീടാണ്. ഒരു ഡോറില്ല. രാത്രി കാലങ്ങളിൽ പട്ടിയും പെരിച്ചാഴിയും ഒക്കെ കയറി വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും മോളൊന്ന് ഞങ്ങളെ സഹായിക്കുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പരിഗണനയിൽ വെച്ചിരിക്കുന്ന ഒരു കേസായിരുന്നു കേട്ടോ. അത് ഇപ്പോഴാണ് നമുക്ക് നേരിട്ട് വന്ന് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. കണ്ട സമയത്ത് ഭയങ്കര വിഷമം തോന്നി. ഭയങ്കര വൃത്തിഹീനമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഈ 2 പേരും ഇവിടെ താമസിക്കുന്നത് കേട്ടോ. ബാക്കി അവർ പറയുന്നതിലൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ കേൾക്കാം. അവളെ എനിക്ക് എന്തിനായിട്ട് വയ്യാണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ പണിക്ക് പോയിട്ട് 2 പെൺമക്കളും കൊടുക്കും. ഒക്കെ ഓരോരുത്തർ ചെയ്ത് തന്നെ നോമ്പിന് കുറച്ച് ആക്കി വന്നപ്പോൾ ഇതങ്ങനെയൊക്കെ ചെയ്തതാണ്. നോമ്പിന് ചെയ്തതാണ്. അവിടെ ചെറുതായിട്ട് വാതിൽ വെക്കാൻ പറഞ്ഞിട്ട് ഗ്യാപ്പ് കുറച്ച് വിട്ടുള്ളൂ. ആ വാതിൽ വെക്കേണ്ട ഭാഗത്ത് പുറകിൽ ഒരു ഷീറ്റ് കണ്ടില്ലേ? ദേ എൻ്റെ പുറകിലായിട്ട് കാണുന്നത് ഏതോ ഒരു പഴയ കട്ടിലിൻ്റെ ഷീറ്റ് ആരോ കൊടുത്തതാണ്. അത് ഈ ഭാഗത്ത് മറച്ച് വെച്ചിട്ടാണ് രാത്രിയൊക്കെ അവർ കിടന്നുറങ്ങുന്നത് കേട്ടോ. അതാണ് അവർ പറയുന്നത്. ഒരു ലോണോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് കിട്ടൂല. ഒന്നാമത് ഞങ്ങൾക്ക് വയസ്സായി. പിന്നെ എന്ന് പറയുന്ന സമയത്ത് ഇതൊരു പുറമ്പോക്ക് സ്ഥലത്തിൽ ഇവർ വീട് വെച്ച് താമസിക്കുകയാണ്. ഒരുപാട് പേര് സഹായിച്ചിട്ടും വീട് പണിക്ക് പോയിട്ടും പ്രസവ പണിക്ക് പോയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഡോറ് വെക്കേണ്ട കാര്യങ്ങൾ മാത്രം നടക്കുന്നില്ല. പിന്നെ അതുപോലെ ഒരു കൊട്ടത്താളം, അതായത് പാത്രം കഴുകുന്ന ഒരു സംഭവമില്ലേ, അതൊന്ന് വേണം. എങ്കിലിങ്ങനെ താഴെ പാത്രം ഇട്ടിട്ട് കഴുകേണ്ട ഒരു ആവശ്യമില്ല. മുകളിൽ ഇത്തിരി ഷീറ്റ് ഇടണം. ഇങ്ങനെ കുറച്ച് ആവശ്യങ്ങളാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മുമ്പ് വീട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 പെൺമക്കളെ കെട്ടിക്കാനും വേണ്ടിയിട്ട് ആ വീടൊക്കെ വിറ്റിട്ട് അവരെ കെട്ടിച്ചു കൊടുത്തു. അതിന് ശേഷം ഈ ഒരു പുറമ്പോക്ക് സ്ഥലത്ത് ചെറിയൊരു കുടിൽ വെച്ച് താമസിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഞാനിടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതുപോലെയുള്ള ഒരുപാട് പേരെ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് ഓർമ്മ വരും. നമ്മളെക്കൊണ്ട് ആരെക്കൊണ്ടെങ്കിലും ഇതുപോലെ ആരെങ്കിലും സഹായിക്കാൻ പറ്റിയ നല്ലൊരു അവസരം കൂടിയല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യുമോ, നിങ്ങളെക്കൊണ്ട് എല്ലാവരെ കൊണ്ട് സഹായിക്കാൻ പറ്റണമെന്നോ തീരെ ഇല്ലാത്തവർ സഹായിക്കണമെന്നോ എന്ന് ഞാൻ പറയില്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അർഹതപ്പെട്ടവരെ കാണാതിരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ പറ്റുവാണെങ്കിൽ മാത്രം ഈ വീഡിയോ നിങ്ങളുടെ ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ എവിടെയെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ആരും നമ്മളെ ഇവരുടെ ഈ ഒരു വാതിൽ വെക്കാനും ഇതിൻ്റെ കാര്യങ്ങൾക്ക് ഏറ്റെടുക്കാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അതിൻ്റെ അപ്ഡേഷനും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ എനിക്ക് കഴുത്തിന് തീരെ സുഖമില്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും തിരിയാനൊന്നും പറ്റാത്തത്. നമ്മൾ മറ്റേ കിണർ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് കഴിഞ്ഞിട്ട് നേരെ വന്നത് ഇവരുടെ ഭാഗത്തേക്കാണ് കേട്ടോ. കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. അവർ പറഞ്ഞ ഉടനെ തന്നെ നമുക്ക് അവിടെ വന്ന് നോക്കാനോ ഒന്നിനും പറ്റൂല. തന്നെ ഇപ്പോൾ 1-2 മാസങ്ങൾ എടുത്തിട്ടാണ് നമുക്ക് ഇവിടെ എത്താനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. പല ഭാഗത്തും ലേറ്റായിട്ട് വരുമ്പോൾ എനിക്ക് തന്നെ ഒരു കുറ്റബോധമൊക്കെ തോന്നും കേട്ടോ. ഞാൻ എന്തിനാ ഇത്രയും വൈകിയത്, പാവം അവർ ഇത്രയും വിഷമിച്ചിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. മുകളിൽ ഫുള്ളായിട്ട് കല്ല് വെച്ച് കെട്ടിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് അതിലൂടെയും പല ഇഴജന്തുക്കൾ കാര്യങ്ങളൊക്കെ കയറി പോകുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അതേപോലെ പാത്രം ഭയങ്കര വൃത്തിഹീനമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഇവർ വാഷ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അവർക്ക് എന്തൊക്കെയോ ചെയ്തു കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. ഏതായാലും എന്തൊക്കെയാണ് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ വരുന്ന വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് വീടിനകത്തേക്ക് കയറി ചെന്ന് നോക്കാം കേട്ടോ എന്താ അവസ്ഥ എന്നുള്ളത്. ഇത്തിരി ഉയർത്തിയതാണ്. നിലത്ത് ചാളിയായിരുന്നു. അങ്ങനെയൊക്കെ ആക്കിയതാണ്. അതൊക്കെ ഈ നോമ്പിന് മുമ്പിട്ട് ഇട്ടതാണ്. വേനൽക്കാലത്ത് നിറയെ വീട്ടിൽ ഞാൻ പണിക്ക് പോയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ കുറച്ച് നോമ്പിൽ സഹായിച്ചിട്ടാണ് ഈ നിലവെങ്കിൽ വിട്ടത്. അടുക്കള അവിടെ കടക്കും, ഉമ്മയും നാനും കടക്കും. അങ്ങനെയൊക്കെ പണ്ടൊക്കെ സ്വന്തം വീടും സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ വിറ്റ് 2 പെൺമക്കളും കെട്ടി കൊടുക്കും. ഇവിടെ വന്ന് 15 കൊല്ലമായി.
സാപ്പ് എലി വരും ഒക്കെ വരും, പാമ്പ് വരും, പെരിച്ചാലി വരും, അതൊന്നും കാണാൻ വരും. അമ്മയും മകളും മകളും ഇങ്ങോട്ട് കുട്ടിക്കമ്മറ് വീട്ടില് ചെറിയ മകള് പിന്നെ 4 കുട്ടിയൊക്കെ. ഞാനിനിയിപ്പോൾ എൻ്റെ ഒഴിവൊന്ന് നോക്കിയിട്ട് ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പും പണിക്കാരനെ കിട്ടുന്ന നോക്കിയിട്ട് നമുക്ക് വെക്കാനുള്ളതൊക്കെ ചെയ്യാം. ചെക്കൻ കണ്ടിട്ട് പോയി കൊടുക്കാനുണ്ട്. കാറോട്ടി വരുമ്പോഴേക്ക് കിക്കണിക്ക് കാറാണ്. ഈ വല്യമ്മയുടെ ഒരു മോനുണ്ടായിരുന്നു, അവർക്ക് കിഡ്നി പ്രോബ്ലം ആയിട്ട് ഈ ഇടക്കാണ് കേട്ടോ മരിച്ചത്. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര വിഷമമായിട്ട് കരയായിരുന്നു കേട്ടോ. ശരി, ഞാൻ ഇറങ്ങാണ്. ശരി എന്നാ. ഫോൺ നമ്പർ മകളുടെ തട്ടേ. നമ്മുടെ എല്ലാവരുടെയും പ്രോബ്ലംസൊക്കെ തീർന്നതിന് ശേഷം നമുക്ക് ജീവിതത്തിലൊന്ന് സെറ്റിൽഡ് ആയതിനു ശേഷം ആരെങ്കിലുമൊക്കെ സഹായിക്കാമെന്ന് വിചാരിച്ചിരുന്നാൽ ഒരിക്കലും നമ്മുടെ പ്രോബ്ലംസും തീരൂല, നമ്മളെ കൊണ്ട് ആരെയും സഹായിക്കാനും സാധിക്കില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. ശാരീരികപരമായിട്ടും ആവട്ടെ മാനസികപരമായിട്ടും ആവട്ടെ നല്ലോണം വിഷമങ്ങളിലാണ്. പക്ഷെ അതെല്ലാം മാറിയതിന് ശേഷം നമുക്ക് ആരെങ്കിലും സഹായിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. പക്ഷേ ഇതുപോലെ ആരെങ്കിലും ജീവിതത്തിൽ ഒരു ചിരിക്ക് നമ്മൾ കാരണമാവുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിന്നീട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മമായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറാം ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ചിന്തിക്കാനോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനോ ഒക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. വിഷമങ്ങളിലൊക്കെ എല്ലാവരുടെ വിഷമങ്ങളും പഠിച്ചോ മാറ്റി തരട്ടെ. ഒരുപാട് പേർക്ക് നമ്മളെക്കൊണ്ട് സഹായമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറ്റട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരുപാട് പേരിലേക്ക് എത്തട്ടെ. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ളവരും ജീവിക്കുന്നുണ്ടെന്ന് നമ്മുടെ മക്കളും നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ അറിയട്ടെ. നമ്മളെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായം മറ്റുള്ളവർക്ക് കിട്ടാനുള്ള ഒരു അവസരം കൂടി ആവട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.